നമസ്കാരം. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ ടൗൺ വടക്കേക്കോവിൽ അംഗനവാടിയിൽ ഇവിടെ ഇപ്പോൾ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന വിഭവങ്ങളാണ് ഒരു വലിയ വിഷയമാകേണ്ടതാണ്. കാരണം അംഗനവാടി കുട്ടികളുടെ അമ്മമാർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന വിഭവങ്ങളാണ് ഈ നിരത്തി വച്ചിരിക്കുന്നതെല്ലാം തന്നെ. ഇതിൽ വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും വില കൂടിയുള്ള, ഇപ്പം ചിലപ്പോൾ ഇത് നമുക്ക് വലിയ 5 സ്റ്റാർ ഹോട്ടലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിന് ആയിരക്കണക്കിന് രൂപ വിലയുണ്ടാവും. അത്രയും സിമ്പിളായിട്ട് ഉള്ളതാണ്, രുചികരമാണ്, ഒപ്പം തന്നെ നാടൻ വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഭക്ഷ്യ വസ്തുക്കൾ എങ്ങനെ കഴിക്കുന്നതിനപ്പുറം അത് നമുക്ക് കാണുമ്പോൾ തന്നെ അട്രാക്റ്റ് ആവണം. രുചി അതിൻ്റെ കൂടെ വരുന്നതാണ്, അട്രാക്ഷൻ്റെ കൂടെ വരുന്നതാണ് ടേസ്റ്റും. അപ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ള ഒരു നല്ല എക്സിബിഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ വിഭവങ്ങൾ ഇവിടെ കാണുമ്പോൾ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ സംഘടിപ്പിച്ചത് JCI തൃക്കരിപ്പൂരാണ്. അപ്പോൾ അവർക്ക് ഒരു വലിയ അഭിനന്ദനം നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു 15ഓളം വിഭവങ്ങൾ നമുക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അതായിട്ട് തോന്നുന്നത് മത്തൻ കുമ്പളപ്പമാണ്. ആൻഡ് സെക്കൻഡ് ഈസ് ദിസ് ന്യൂട്രീഷ്യസ് ലഡു. ഫുഡിന്റെ പ്രസക്തി ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദിവസം പത്രങ്ങൾ എടുത്തു നോക്കിയാല് ഭക്ഷണ വിഷബാധ എന്നുള്ളത്, ആ വിഷബാധയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് തൃക്കരിപ്പൂർ ടൗൺ JCCന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിപാടി വെച്ചത്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളെയും സ്വാഗതം ചെയ്യുന്നു. അത് പത്രമാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന തൃക്കരിപ്പൂർ ടൗൺ JCCയുടെ പ്രസിഡന്റ് രേഷ്മ ബിജു ആണ്. അദ്ദേഹത്തെ ക്ഷണിച്ചു. അന്താരാഷ്ട്ര ഭക്ഷ്യദിനമാണ് ഒക്ടോബർ 16. അപ്പോൾ തൃക്കരിപ്പൂർ JCC ഈ ഒരു വർഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ 2025 വർഷത്തിന്റെ അവസാനത്തോടടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം തൃക്കരിപ്പൂർ അംഗൻവാടിയിൽ നടത്താൻ വേണ്ടി സാധിച്ചതിൽ അതീവ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളൊരു നാടൻ പലഹാരമേളയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനോട് സഹകരിച്ച റസിയ ടീച്ചർക്കും അതുപോലെ തന്നെ അംഗൻവാടിയിലെ മറ്റുള്ള പ്രവർത്തകർക്കും അമ്മമാർക്കും കുഞ്ഞുകുട്ടികൾക്കും നന്ദി പറയുന്നു. നമ്മുടെ ICDSന്റെ ഒരു പ്രവർത്തനമാണ് എല്ലാ വർഷവും ഒരു മാസം പോഷൺ മാസാചരണം ആചരിക്കാന്നുള്ളത്. അത് ഇതുവരെ നമ്മൾ വളരെ ഭംഗിയോടുകൂടി തന്നെ ഇതുവരെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്. ഓരോ അംഗൻവാടി തലത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിപ്പം സ്റ്റേറ്റ് ലെവലിൽ തന്നെ നമ്മളാണ് ഏകദേശം മുന്നിൽ നിൽക്കുന്നത്. കാസർഗോഡ് ജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നമ്മുടെ അംഗൻവാടി തലത്തിൽ നടന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ അമ്മമാരുടെ പൂർണ്ണ സഹകരണം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പോഷകാഹാരം എങ്ങനെ നമ്മുടെ ആരോഗ്യം നിലനിർത്തണം, ഏതൊക്കെ തരത്തിലുള്ള പോഷകാഹാരങ്ങൾ കഴിക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ അത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പം വരുന്ന നേരത്തെ പ്രസാദായിട്ട് പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം വളരെ കുറക്കാന്നുള്ളതും പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വീടുകളിൽ തന്നെ കുറഞ്ഞു കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത്. കിയോ കിയോ കുരുവിനാനത് കിയോ കിയോ കോ കാലൊടിഞ്ഞ കുരുവിനാനത് കിയോ കിയോ കോ മാവുമരമേ കുഞ്ഞിക്കുരുടിക്ക് മലക്കാത്ത് തണുപ്പ് വെച്ച ഇതിനോ നീ എല്ലാരക്കുള്ള ഹുവാല ഇങ്ങേ പിടി മാവുകൊലക്കാവാ മാമ്പേമ്പക്കാവാ